ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് അടുത്ത ASM 2ൻ്റെ റിവിഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് സയൻസ് ഭാഗത്തു നിന്നാണ്. ഭക്ഷ്യവസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുമാണ് ആദ്യമായിട്ട് നോക്കുന്നത്. മോര്, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. അടുത്ത എക്സാമിന് തീർച്ചയായും ഒരു ചോദ്യം ഈ ഭാഗത്തു നിന്നുണ്ടാവും. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഓക്കെ, നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്, വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്, ആപ്പിൾ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്, തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിച്ചോളൂ. മോര്, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്, നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്, വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്, തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ഓക്കെ, അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ദേശീയ പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയ വ്യക്തികളുമാണ് നോക്കുന്നത്. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾ ആരുടെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. അടുത്ത അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. ബോംബെ സമാചാർ ഫർദൂജി മർസ്ബാൻ. കേസരി മറാത്ത സിമ്പിളായിട്ട് കിട്ടും, ബാലഗംഗാധർ തിലക്. ബംഗാളി ആരുടെ പത്രം? സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വർ വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് അതും കിട്ടും. ആരാണ്? ആനി ബെസന്റ്, മിസ്സിസ് ആനി ബെസന്റ്. അടുത്ത യങ് ഇന്ത്യ ഹരിജൻ അതും കിട്ടും, മഹാത്മാഗാന്ധി. അൽ ഹിലാൽ ആരുടെ? മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ആരുടെ? ലാലാ ലജ്പത് റായ്. നേഷൻ ആരുടെ? ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഹിന്ദു, സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും അതുപോലെ മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ ഫർദൂർജി മിസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധർ തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബെസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഓരോ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ പരിഷ്കർത്താക്കളും ആശയങ്ങളുമാണ്. ഇപ്പോൾ ഓപ്ഷനിൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിക്കാം. ചിലപ്പോൾ കുറേ ആശയങ്ങൾ തന്നിട്ട് ഒരു ആശയങ്ങളായിരിക്കും ഒരു സൈഡിൽ തരുന്നത്, അടുത്ത് ചേരുംപടി ചേർക്കുക എന്ന രീതിയിൽ അടുത്ത് വരുന്നത് പരിഷ്കർത്താക്കൾ തരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തരാം. ഓക്കെ, ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധനയും ശൈശവ വിവാഹം എന്നിവയെ എതിർത്തതാണ് ആര്യസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. ജാതി വ്യവസ്ഥയും അനാചാരങ്ങളും എന്നിവയെ എതിർത്തു സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഓർത്തു വയ്ക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത പ്രോത്സാഹിപ്പിച്ച പരിഷ്കർത്താവാരെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ചോദിക്കേണ്ടത് ഏതാണ് പ്രസ്ഥാനം എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ മാറിപ്പോരുത്. രാമകൃഷ്ണ മിഷനാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം. അടുത്ത പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്. മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടതാണ് ഇത് പ്രാർത്ഥനാ സമാജം. ആരാ സ്ഥാപിച്ചത്? ആത്മറാം പാണ്ഡുരംഗ്. അടുത്ത തിയോസഫിക്കൽ സൊസൈറ്റി ആരൊക്കെ? സിമ്പിളായിട്ട് കിട്ടും, ആനി ബെസന്റ് ആണ്. ഹിന്ദു മതത്തിലെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടതാണ് തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ്. അടുത്ത ഹിതകാരിണി സമാജം ആര് സ്ഥാപിച്ചു? വീരേശലിംഗം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി. അടുത്ത് സത്യശോചക് സമാജ് ജ്യോതിറാവ് ഫുലെയാണ്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്ത പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചതും ആര്യനാണ്? ജ്യോതിറാവ് ഫുലെയാണ്. അടുത്ത് സത്യശോധക് സമാജം ജ്യോതിറാവ് ഫുലെ നമ്മൾ പറഞ്ഞു. അടുത്ത സ്വഭവിമാന പ്രസ്ഥാനം ആരുടെ? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തതാണ് ആര്? ഇ വി രാമസ്വാമി നായ്ക്കർ. അടുത്ത് ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം ശ്രീനാരായണ ഗുരു അഥവാ ASNDP ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു. അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. അടുത്ത ഭാഗം നോക്കാം.
അതിൽ ചോദിക്കുന്ന സാധ്യതയുള്ള ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ലിപ്പുലേപ്പ് ചുരം. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ് ടിബറ്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതും ചേരുംപടി രീതിയിൽ ചോദിക്കാം. ഷിപ്ല ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജില ചുരം ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം സിക്കിമും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ നോർത്ത് നോക്കിയാൽ ലിപ്പുലേവ് ഏതാണ്? ഉത്തരാഖണ്ഡും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്ല ചുരം ഹിമാചൽ പ്രദേശും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജില ചുരം ശ്രീനഗരം കാർഗിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം സിക്കിമും ടിബറ്റും തമ്മിൽ. ഓക്കെ, അടുത്ത് നോക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞ ഒരു ചോദ്യമായിരുന്നു. അത് ചേരുംപടി ചേർക്കുക എന്ന രീതിയിലായിരുന്നു ആ ചോദ്യം വന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പെടാത്തത് ഏത് എന്നുള്ള രീതിയിലായിരുന്നു ആ ചോദ്യം വന്നത്. അപ്പോൾ നോക്കൂ, യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കൂ. വിദേശകാര്യം, റെയിൽവേ, പ്രതിരോധം, സെൻസസ്, ടെലഫോൺ, ലോട്ടറി, പോസ്റ്റ് ഓഫീസ്, കസ്റ്റംസ് തീരുവ, വരുമാന നികുതി. ഓർത്ത് വയ്ക്കുക. ഇതിനി ചോദിക്കാൻ സാധ്യതയുള്ള സെൻസസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്ത് സ്റ്റേറ്റ് പോലീസ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ പോലീസ്, ജയില്, തദ്ദേശ ഭരണം, ഗതാഗതം, പൊതുജനാരോഗ്യം, കൃഷി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്, ക്രമസമാധാനം. ഇതിലാണ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ക്രമസമാധാനം നമുക്ക് പോലീസിന്റെ ഇതിലായിട്ട് എടുക്കാൻ പറ്റും. പോലീസിന്റെ ഭാഗമായിട്ടുള്ളതാണ് ക്രമസമാധാനം. ഓക്കെ, ജയില്, തദ്ദേശ സ്വയംഭരണം, ഗതാഗതം, പൊതുജനാരോഗ്യം, കൃഷി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്, ക്രമസമാധാനം. ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അടുത്ത് കൺകറന്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം, വനം, ഇലക്ട്രിസിറ്റി, ജനസംഖ്യാ നിയന്ത്രണം, വിവാഹമോചനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഓക്കെ, ഇത് കിട്ടും. വിവാഹത്തെ തുടർന്ന് ജനസംഖ്യാ നിയന്ത്രണം, വിവാഹമോചനം. ഓക്കെ, ഇതെല്ലാം ഇതിൽ വരുന്ന കൺകറന്റ് ലിസ്റ്റിലാണ്. അതിന് എടുക്കാം. വിവാഹത്തിന് മുമ്പ് എന്തുണ്ട്? വിദ്യാഭ്യാസം. ഓക്കെ, ആദ്യമ മനുഷ്യൻ ജീവിച്ചിരുന്ന സ്ഥലം വനം കഴിഞ്ഞ് വനത്തിൽ നിന്ന് പിന്നെ പുറത്തെ സ്ഥലത്തേക്ക് വന്നു, വിദ്യാഭ്യാസം നേടി, ഇലക്ട്രിസിറ്റി നേടി. അതിനുശേഷം ഈ വനത്തിലായിരുന്നല്ലോ വന്യജീവിയും പക്ഷികളും സംരക്ഷണം വരുന്നത്. അപ്പോൾ വനം വന്നു, വനത്തിനകത്ത് വന്യജീവികളും പക്ഷികളും ഉണ്ടായിരുന്നു. അതേ തുടർന്ന് കുറച്ച് വിദ്യാഭ്യാസം നേടിയിട്ട് ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നിട്ട് വിവാഹം കഴിച്ചു. പിന്നെ ജനസംഖ്യ നിയന്ത്രണമില്ലാതായി. അപ്പം ജനസംഖ്യ നിയന്ത്രണം വന്നു. പിന്നെ അതിനുശേഷം വിവാഹത്തെ തുടർന്ന് വിവാഹമോചനം ഉണ്ടായി. അത് ഏതിൽ വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ കിട്ടും കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നത് ജയില്, പോലീസ്, അതെല്ലാം എന്താണ് ഒരേ തട്ടിൽ വരുന്നതല്ലേ. അടുത്ത് തദ്ദേശ സ്വയംഭരണം, ഗതാഗതം. ഈ പോലീസാണ് എന്ത് ചെയ്യുന്നത്? ക്രമസമാധാനം ചെയ്യുന്നതും അതുപോലെ തന്നെ ഗതാഗതം നിയന്ത്രിക്കണമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 2 കിട്ടി. ജയിലില് എങ്ങനെ ആലോചിക്കാം? കെട്ടിട നികുതി അടയ്ക്കാത്തവരും കൃഷിഭൂമി നികുതി അടയ്ക്കാത്തവരെ എന്താക്കും? ജയിലിലാക്കുമെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത് നിങ്ങൾ കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ. അടുത്ത യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് വിദേശകാര്യത്ത് പുറത്തേക്കുള്ള കാര്യങ്ങൾ. റെയിൽവേ മൊത്തം ശൃംഖല എന്ന് ആലോചിച്ചാൽ മതി. പ്രതിരോധം വലിയ തുക വേണ്ടി വരുന്ന കാര്യമായിട്ട് ആലോചിച്ചാൽ മതി. പ്രതിരോധം. സെൻസസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 148 കോടി ജനങ്ങൾ ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ അവരെ വിളിക്കാനോ, ഇത്രയും ആൾക്കാരെ വിളിക്കാനോ ടെലഫോൺ. അപ്പോൾ അത് ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് ആലോചിക്കുക. വലിയ എമൗണ്ട് വരുന്നതാണ് യൂണിയൻ ലിസ്റ്റ് വരുന്നത്. ലോട്ടറി എന്ന് പറഞ്ഞാൽ ലോട്ടറിയുടെ സമ്മാനത്തുക വലിയൊരു തുകയല്ലേ. പോസ്റ്റ് ഓഫീസ് ഇന്ത്യ മൊത്തം വരുന്നത്. കസ്റ്റംസ് തീരുവ, വരുമാന നികുതി. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മനസ്സിനകത്ത് നിൽക്കുക കേട്ടോ. അടുത്ത് നോക്കേണ്ടത് പ്രധാനപ്പെട്ട നദികളും അതിൻ്റെ ദൂരവും ഉത്ഭവ സ്ഥലവും അതുപോലെ പോഷക നദികളും പിന്നെ ചെന്ന് ചേരുന്ന കടലുമാണ് കേട്ടോ. മഹാനദി മൈക്കലാ നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മധ്യപ്രദേശിലെ മൈക്കലാ നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഏകദേശ നീളം ചോദിച്ചാൽ 857 കിലോമീറ്റർ. പ്രധാന പോഷക നദിയിൽ ഇബുൺ ടെല്ലും ആണ്. ഇവിടെ ചെന്ന് ചേരുന്നത് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ഓക്കെ, ഓർത്ത് വയ്ക്കുക. മഹാനദി, മൈക്കലാ നിരകൾ, 857 കിലോമീറ്റർ, ഇബുൺ ടെല്ലും പോഷക നദികൾ ബംഗാൾ ഉൾക്കടലിൽ വന്നു ചേരുന്നു. അടുത്ത് ഗോദാവരി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാരാഷ്ട്ര നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദൂരം ചോദിച്ചാൽ 1465 കിലോമീറ്റർ ആണ്. പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. എവിടെ ചെന്ന് ചേരുന്നു? ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ്. അടുത്ത് കൃഷ്ണ പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്ര മഹാബലേശ്വർ കുന്നിൽ നിന്നാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത്. ദൂരം ചോദിച്ചാൽ 1400 കിലോമീറ്റർ ആണ്. ഇതിന്റെ പ്രധാന പോഷക ഭീമയും തുംഗഭദ്ര ഏതിൻ്റെയാണ്? കൃഷ്ണയുടെയാണെന്ന് ഓർത്ത് വയ്ക്കുക. എവിടെ ചെന്ന് പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അടുത്ത് കാവേരി
കാവേരി നദിയുടെ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിലയിൽ നിന്ന്, അതായത് കർണാടകയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദൂരം ചോദിച്ചാൽ 800 കിലോമീറ്റർ. കബനി ഭവാൻ കമ്പനി അമരാവതി എന്നാണ് ഓർത്ത് വയ്ക്കുക. അമരാവതിയും കബനിയും ഏതിനെയാണ്? കാവേരിയാണെന്ന് ഓർത്ത് വയ്ക്കുക. എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അടുത്ത് നർമ്മദ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? മൈക്കലാന്തരകൾ, ഛത്തീസ്ഗഡിലെ മൈക്കലാന്തരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദൂരം ചോദിച്ചാൽ 1312 ഹിരൺ ബെഞ്ചൻ, ഇത് ചോദിക്കാം. ഹിരൺ ബെഞ്ചൻ. ഓക്കെ, ഹിരൺ ബെഞ്ചൻ ഏതിന്റെ പോഷക നദിയാണ്? നർമ്മദയുടെ പോഷക നദിയാണ്. എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. അടുത്ത താപ്തി മൂന്തായി പീഠഭൂമിയിൽ നിന്ന് മധ്യപ്രദേശിലെ ബേത്തൂൻ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 724 കിലോമീറ്റർ നീളം. ആനർ ഗിർന അതിന്റെ പോഷക നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. അടുത്ത ഭാഗം നോക്കാം. പ്രധാന ദേശീയോദ്യാനങ്ങളാണ്. ഓർത്ത് വയ്ക്കുക. പടിഞ്ഞാറ് ഹിമാലയത്തിലും കിഴക്കൻ ഹിമാലയത്തിലും പ്രത്യേകം തരംതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡച്ചിങ്ഹാം ജമ്മു കാശ്മീരിലാണ്. ഹെമ്മിസ് ലഡാക്കിലാണ്. ഓക്കെ, പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലാണ്. കോർബറ്റ് ഉത്തരാഖണ്ഡാണ്. രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പടിഞ്ഞാറ് ഹിമാലയത്തിൽ വരുന്ന ഡച്ചിങ്ഹാം ജമ്മു കാശ്മീരാണ്. ഹെമ്മിസ് ലഡാക്കിലാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡ്. കോർബറ്റ് ഉത്തരാഖണ്ഡാണ്. രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡാണ്. ഓക്കെ, അടുത്ത കിഴക്കൻ ഹിമാലയത്തിൽ വരുന്നതാണ് കാഞ്ചൻജംഗ. ചോദിച്ചിട്ടുള്ള പലതവണ സിക്കിമാണ്. ദിബ്രു സൈക്കോവ അസം, അത് ചോദിച്ചിട്ടുള്ളതാണ്. കാസിരംഗ അസം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കാസിരംഗ. ഓർത്ത് വയ്ക്കുക. മാനസ് അസമാണ്. കേബിൾ ലഞ്ചാവോ മണിപ്പൂർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ. അടുത്ത എക്സാമിന് ഉറപ്പായിട്ട് ഒരു ചോദ്യം വരും ഇതിനകത്തുനിന്ന്. അടുത്ത് നോക്കേണ്ടത് ദേശീയ ജലപാതകളാണ്. ഓർത്ത് വയ്ക്കുക. ജലപാത 1 NW1 ഏത് നദിയിലെന്ന് ചോദിച്ചാൽ ഗംഗാ നദിയിലാണ്. എവിടെ മുതൽ എവിടെ വെച്ചാൽ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. ദൂരം ചോദിച്ചാൽ 1620 കിലോമീറ്റർ. ഓക്കെ, NW1 ദേശീയ ജലപാത 1. അടുത്ത് ദേശീയ ജലപാത 2 NW2 ബ്രഹ്മപുത്ര നദിയിലെ സാതി മുതൽ ധൂബ്രി വരെയാണ്. 891 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. NW2 ബ്രഹ്മപുത്ര നദിയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് ദേശീയ ജലപാത 3, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഏത് ദേശീയ ജലപാത 3. പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്നു. ഇതിന്റെ ദൂരം ചോദിക്കൽ 205 കിലോമീറ്ററാണ്. അടുത്ത ദേശീയ ജലപാത 4 NW4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലിലാണ് ഇത് ദേശീയ ജലപാത 4 സ്ഥിതി ചെയ്യുന്നത്. ദൂരം ചോദിച്ചാൽ 1095 കിലോമീറ്ററാണ്. അടുത്ത ദേശീയ ജലപാത 5 NW5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിക്കുന്ന ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയാണ്. അതിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ദേശീയ ജലപാത 5 സ്ഥിതി ചെയ്യുന്നത്. ദൂരം ചോദിച്ചാൽ 623 കിലോമീറ്റർ. ഇതിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും നീളം കൂടിയ ഇത് വാട്ടർ വേസ് എന്ന് പറയുന്നത്, അതായത് ദേശീയ ജലപാത എന്ന് പറയുന്നത് ഏതാണ്? NW1 ആണ്. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. 1620 കിലോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ 1000 കിലോമീറ്റർ പറഞ്ഞതാണ് ഏത്? ദേശീയ ജലപാത 4 എന്നുണ്ട്. കൃഷ്ണ ഗോദാവരി നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് NW4 എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിലുള്ളതിന്റെ നീളം കൂടെ പഠിച്ചു വയ്ക്കുക. 205 കിലോമീറ്റർ ആണ് കൊല്ലം കോട്ടപ്പുറം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത് നോക്കേണ്ടത് കേന്ദ്ര സർക്കാർ നികുതി, സംസ്ഥാന സർക്കാർ നികുതി, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നികുതിയാണ്. കോർപ്പറേറ്റ് നികുതി ഏതാണ്? കേന്ദ്ര സർക്കാരാണ്. വ്യക്തിഗത ആദായ നികുതി വാങ്ങുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര GST CGST നിങ്ങൾ എന്താണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടാവും. CGST, സംയോജിത GST അഥവാ IGST. ഓക്കെ, സംസ്ഥാനം ഭരിക്കുന്നതാണ് ഭൂനികുതി. സ്ഥലത്തിൻ്റെയൊക്കെ നിങ്ങളെ വീട്ടിലെ കാര്യം അടയ്ക്കുന്നതെല്ലാം സംസ്ഥാനം ഭരിക്കുന്നതാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി, അതായത് ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങുന്നെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടല്ലോ, അതുപോലെ സംസ്ഥാന GST. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നതാണ് വസ്തുനികുതിയും തൊഴിൽ നികുതി. തൊഴിൽ നികുതി നിങ്ങൾക്കറിയാം, ജോലിയുള്ളവർ തൊഴിൽ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തൊഴിൽ നികുതി, അതുപോലെ വസ്തുനികുതി ഭരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്ന് ഓർത്ത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇരുമ്പുരുക്ക് ശാലകളാണ്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാൽ അടുത്ത എക്സാമിനെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. ആദ്യമായിട്ട് ഇരുമ്പുരുക്ക് ശാലയിൽ ടാറ്റ ഇരുമ്പുരുക്ക് ശാല അഥവാ ടിസ്കോ എവിടെ? ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സംസ്ഥാനം ജാർഖണ്ഡ്.
ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ അഥവാ ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ തന്നെ ചോദിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് ചോദിക്കുക, ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ. അടുത്ത് പറയുക, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ പ്ലാന്റ്. അടുത്ത് പറയുക, 1959 എന്താണ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അതായത് ഫിലായി സ്ഥാപിച്ചതെന്ന് ചോദിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഏതാ തെറ്റ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. 1959 റഷ്യയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ടിസ്കോ പറഞ്ഞു, അതായത് ടാറ്റ ഇരുമ്പുരുക്ക് ശാല പറഞ്ഞു. അടുത്ത ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ IISCO കുൾട്ടിയിലാണ്. ബർണു, ഹിരാപൂർ, പശ്ചിമ ബംഗാൾ 3 സ്ഥലങ്ങളിലായിട്ട്. ഓക്കെ, പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇത് IISCO ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്ത വിശ്വേശ്വരയ്യ സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് VISL. ഇത് ചോദിച്ചാൽ ഭദ്രാവതിയാണ് സ്ഥലം, കർണാടക സംസ്ഥാനത്താണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്നായിരുന്നു ചോദ്യം. ഏതാണ്? വിശ്വേശ്വരയ്യാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അതായത് ഫിലായ് എവിടെയാണ് സ്ഥിതി? ദുർഗ് ഛത്തീസ്ഗഡ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്, ഫിലായ് സ്ഥാപിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അഥവാ റൂർക്കേല എവിടെയാണ്? സുന്ദർഗഡ്, ഒഡീഷയിലാണ്. ഒഡീഷ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റ് സ്പോട്ട് സുന്ദർഗഡ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായം ഓർത്ത് വയ്ക്കാം, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അഥവാ റൂർക്കേല. അടുത്ത ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ കേട്ടിട്ടുണ്ടാവും, പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ. 1962 UK സാങ്കേതിക സഹായത്തോടെയാണ് ദുർഗാപൂർ എന്ന് ഓർത്ത് വയ്ക്കുക. ഏത് വർഷം എന്ന് വെച്ചാൽ 1962. അടുത്ത ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അഥവാ ബൊക്കാറോ ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അതായത് ബൊക്കാറോ സ്ഥാപിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കേണ്ടത് കാർഷിക വിളകൾ, വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം പ്രധാന വിളകളാണ്. അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം ഖാരിഫ് വിളകൾ. പ്രധാനമായിട്ട് ജൂണിൻ്റെ ആരംഭത്തിലാണ് വിള ഇറക്കുന്നത്. വിളവെടുപ്പ് കാലം വരുന്നത് നവംബർ ആദ്യവാരമാണ്, മൺസൂണിന്റെ അവസാനത്തിൽ. പ്രധാന വിളകൾ നെല്ല്, ചോളം, പരുത്തി, തിനകൾ, ചണം, കരിമ്പ്, നിലക്കടല. പനിച്ചേനിക്ക് ചോറും ബജിയും, കോഡ് അങ്ങനെയായിരുന്നു, പനിച്ചേനിക്ക് ചോറും ബജിയും. ഓക്കെ, റാബി കാർഷിക കാലം. റാബി വിളകൾ എന്നറിയപ്പെടുന്നത് ഇതൊക്കെയാണ്: ഗോതമ്പ്, പുകയില, കടുക്, പഴവർഗ്ഗങ്ങളാണ്. അതായത് പയർവർഗ്ഗങ്ങളാണ്, പഴവർഗ്ഗങ്ങളല്ല പയർവർഗ്ഗങ്ങൾ. ഓക്കെ, നവംബർ മധ്യത്തിൽ അതുപോലെ തന്നെ ശൈത്യകാല ആരംഭത്തിലാണ് ഇത് ആരംഭിക്കുന്നത്, വിളവിറക്കുന്നത്. വിളവെടുപ്പ് മാർച്ച് മാസത്തിലാണ്, വേനലിന്റെ ആരംഭത്തിൽ. അടുത്ത് സെയ്ത് വിളകളാണ്. സെയ്ത് വിളകൾ കൃഷി ആരംഭിക്കുന്ന മാർച്ച് മാസം, വേനലിന്റെ ആരംഭത്തിലാണ്. വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്, മൺസൂണിന്റെ ആരംഭത്തിൽ. പ്രധാന കൃഷികളെന്ന് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. കേട്ടോ, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സെയ്ത് വിളകളാണ്. നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട കമ്മീഷനാണ്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാൽ അടുത്ത എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഭാഗമാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 ഓർത്ത് വയ്ക്കുക. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉള്ള പഠനത്തിന് വേണ്ടിയായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക ശുപാർശയായിരുന്നു. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് രാധാകൃഷ്ണൻ കമ്മീഷൻ വർഷം 1948. അടുത്ത് ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ 1952 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണമെന്ന് മുന്നോട്ട് വെച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ഈ ത്രിഭാഷ പദ്ധതി എന്നുള്ള ആശയം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിഷയം വന്നതും RN രവിയുമായി ബന്ധപ്പെട്ട്, RN രവി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഗവർണറാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ എല്ലാം വന്നതും ഈ ത്രിഭാഷാ പദ്ധതിയുമായിട്ട് തമിഴ്നാടുമായി വന്ന വിഷയമാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണം, അതുപോലെ തന്നെ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലനം സമിതി രൂപീകരിക്കണം എന്നിവ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷന്റെ 1952 നിർദ്ദേശങ്ങളായിരുന്നു കേട്ടോ. അടുത്ത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 കോത്താരി കമ്മീഷൻ നിലവിൽ വരുന്നത്.
വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് മുന്നോട്ട് വെച്ചത് ഡോക്ടർ DS കോത്താരി ആയിരുന്നു. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, അതുപോലെ തന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവ പറഞ്ഞത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഓക്കെ, അടുത്ത നമുക്ക് ഓരോരുത്തർ കൃതികളും ഏത് ഭാഷയിലാണെന്ന് നോക്കാം. വ്യക്തികളും ഏത് ഭാഷയിൽ ആരാണ് എഴുതിയതും നോക്കാം. ഹയാത്ത് ഇ സാദി, അതുപോലെ തന്നെ ഹയാത്ത് ഇ ജവീദ് ആരുടെ? അൽത്താഫ് ഹുസൈൻ ഹാലിയുടെയാണ്. ഏത് ഭാഷ എന്ന് ഓർത്ത് വയ്ക്കുക? ഉറുദു ഭാഷ. അത് ചോദിക്കാൻ സാധ്യതയിലാണ് കേട്ടോ. അടുത്ത നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഓക്കെ, ഏത് ഭാഷ? മറാത്തി ഭാഷയിലാണ്. അടുത്ത് എൻ്റെ ഗുരുനാഥൻ, അതുപോലെ തന്നെ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോൾ നാരായണ മേനോന്റെയാണ്, മലയാളത്തിലാണ്. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത കൃതിയും അതുപോലെ തന്നെ അതിൻ്റെ എഴുത്തുകാരും ഭാഷയും നോക്കാം. ഘോര ഗീതാഞ്ജലി ആരുടെയാണ്? രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ്. ബംഗാളി ഭാഷയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് സേവാസദനം, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദിനെയാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഹിന്ദി ഭാഷയിൽ നിന്നാണ്. അതുപോലെ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതിയുടെയാണ്, തമിഴ് ഭാഷയിൽ നിന്നാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ കാലയളവും ലക്ഷ്യവുമാണ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ചോദ്യം വർഷവും അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യവും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ വർഷവും ചോദിച്ചിട്ടുണ്ട്. അടുത്ത പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യവും തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56 കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56-61 വ്യവസായത്തിന് പ്രാധാന്യം നൽകിയതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അടുത്ത മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് 61-66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, രണ്ടും കൂടി ചേർത്താണ്. അടുത്ത് നാലാം പഞ്ചവത്സര പദ്ധതി 69 66 മുതൽ 69 പ്ലാൻ ഹോളിഡേ ആയിരുന്നു. 69 74 ഇത് നാലാം പഞ്ചവത്സര പദ്ധതി. സ്ഥിരതയോട് കൂടിയ വളർച്ചയാണ് സ്വാശ്രയത്വം എന്നാണ് നാലാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്ന് പറയുന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74-79 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നേതൃത്വം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ആറാം പഞ്ചവത്സര പദ്ധതി 1980-85 കാലഘട്ടം കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെ ആധുനികവൽക്കരണം, തൊഴിൽ അവസരങ്ങളുടെ വർധനവാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 മാനവശേഷി വികസനമായിരുന്നു പ്രധാന ലക്ഷ്യം. ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് 1997-2002 രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഗ്രാമവികസനവും വികേന്ദ്രിക ആസൂത്രണവുമായിരുന്നു ലക്ഷ്യം വെച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ. അടുത്ത പത്താം പഞ്ചവത്സര പദ്ധതി 2002-2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത് 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ്. 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 ആയിരുന്നു സുസ്ഥിര വികസനം. ഓക്കെ, നിരീക്ഷണ നീതി ആയോഗ് വന്നത് ഓർത്ത് വയ്ക്കുക. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നതൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ടത് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഈ ഒരൊറ്റ ഇതിൽ തന്നെ കുറച്ച് പോയിന്റുകൾ പഠിക്കാം. ഹെൻറി കാവൻഡിഷ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണെന്ന് പഠിച്ചു വയ്ക്കുക. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതുകൊണ്ടാണ് ഈ ബലൂണിലേക്ക് നിറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഉയർന്നു പൊങ്ങുന്നത്. ബലൂണിലേക്ക് നിറയ്ക്കുമ്പോൾ ഹൈഡ്രജൻ ഉയർന്നു പൊങ്ങുന്നതിന് കാരണം എന്താ? ഭാരം കുറഞ്ഞ വാതകമായതുകൊണ്ടാണ്. റോക്കറ്റുകളിലേക്ക് ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളുടെ ഇന്ന് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക. 2023 ന്യൂഡൽഹിയിലെ പരീക്ഷണാർത്ഥത്തിൽ ഹൈഡ്രജൻ ബസ് നിരത്തിൽ ഇറക്കിയിട്ടുണ്ട്. നിലവിൽ ഒത്തിരി ബസ്സുകൾ നിരത്തിൽ ഇറക്കുന്നുണ്ട്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ പദത്തിന്റെ അർത്ഥം. ഓക്കെ, പദത്തിന്റെ അർത്ഥം ചോദിച്ചാൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലം ഉണ്ടാകും എന്ന് ഓർത്ത് വയ്ക്കുക. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ജലം ഉണ്ടാകും. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ ഓക്സിജനും ആക്കാം എന്ന് ഓർത്ത് വയ്ക്കുക. ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനം എന്നറിയപ്പെടുന്നത് ഏതെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഹെൻറി കാവൻഡിഷ് ആണ് കണ്ടെത്തിയെന്ന് ഓർത്ത് വയ്ക്കുക. ഹെൻറി കാവൻഡിഷ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ബലൂണിൽ നിറയ്ക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അതുകൊണ്ടാണ് ഇത് ഉയർന്നു പൊങ്ങുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. നിലവിൽ
ഹൈഡ്രജൻ യൂസ് ചെയ്ത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലം ഉണ്ടാകുമെന്ന് ഓർത്ത് വയ്ക്കുക. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ ഓക്സിജനും ആക്കാമെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനം എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത സയൻസ് ഭാഗത്തുനിന്ന് ഒരു പോയിന്റ് കൂടെ ഓർത്ത് വയ്ക്കുക. പോർട്ടൽ സിരകൾ ചോദിക്കാം. ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ എന്ന് ഓർത്ത് വയ്ക്കുന്നത് കേട്ടോ. ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നുണ്ട്. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ എന്നറിയപ്പെടുന്നത്. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതൊരു ഉദാഹരണമാണ്. ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഏതിന് ഇതാണ്? അതായത് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നതിൽ ഒരു ഉദാഹരണം ചോദിച്ചാൽ ഏതാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആണോ? എവിടെ നിന്ന് ആഗിരണം ചെയ്യുന്നു? ചെറുകുടലിൽ നിന്ന് രക്തത്തിലെ പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അത് എവിടെ എത്തിക്കുന്നു? കരളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഏതിന്റെ ജോലിയാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിരയുടെ ജോലിയാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ഭാഗം നോക്കാം. അടുത്ത് ഒരു ചോദ്യം കഴിഞ്ഞതാണ്. അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. പോഷകഘടകങ്ങൾ, അപര്യാപ്ത രോഗവും ലക്ഷണവും. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. അതായത് കണ്ണിന്റെ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത് നിശാന്തത എന്ന് പറയുന്നത്. അടുത്ത വിറ്റാമിൻ ബി എന്ന് പറയുന്ന വായ്പുണ്ണിന് കാരണമാകുന്ന വിറ്റാമിൻ്റെ കുറവ്. വായിലെ വ്രണങ്ങളാണ് ഇതിന്റെ ലക്ഷണം. അടുത്ത സി ആണ് സ്കർവി. സിയുടെ കുറവുണ്ടാകുന്നതാണ് സ്കർവി. മോണയിലെ പഴുപ്പ് രക്തസ്രാവമാണ്. ഡിയുടെ ആണെങ്കിൽ കുറവ് ഉണ്ടാകുന്നതാണ് കണ അഥവാ റെക്കറ്റ്. അസ്ഥി കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് ഏത്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന കണ. അടുത്ത ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ. രക്തക്കുറവും വിളർച്ചയും എന്നിന്റെ ഭാഗമാണ് അനീമിയയുടെ ഭാഗമാണെന്ന് ഓർത്തുവയ്ക്കുക. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ, തൊണ്ടയിലെ മുഴ എന്ന് കൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സങ്കരയിനം, അതിന്റെ വിത്തുകളാണ്. നോക്കൂ, സങ്കരയിനവും മുളകിന്റെ സങ്കരയിനം വിത്തുകളാണ് ഉജ്ജ്വലയും ജ്വാലാമുഖിയും. പയറിന്റെ സങ്കരയിനം വിത്തുകളാണ് ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും. നെല്ലിന്റെ സങ്കരയിനം വിത്താണ് പവിത്രയും അന്നപൂർണയും. തെങ്ങിന്റെ ആണെങ്കിൽ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. അടുത്ത വെണ്ടയാണെങ്കിൽ സൽകീർത്തിയും കിരണം. ഏതിന്റെയാണ്? വെണ്ടയുടെയാണ് സൽകീർത്തിയും കിരണം എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ഭാഗം കൂടെ നോക്കാം. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചില്ല, അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മണ്ണുത്തി, തൃശ്ശൂരിലാണെന്ന് ഓർത്ത് വയ്ക്കാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഇത് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത് നോക്കേണ്ടത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരത്താണെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത് എന്താ പ്രധാനമായിട്ട് നടക്കുന്നത് വെച്ചാൽ കിഴങ്ങ് വർഗ്ഗങ്ങളെ കുറിച്ചുള്ള പഠനം, അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ RRII ഇവിടെ കോട്ടയത്താണ്. അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഭൂവിഭാഗങ്ങൾ അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുകയാണ് ഏത്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതല എന്ന് കൂടി ഓർത്തു വയ്ക്കാം. അടുത്ത കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കാസർഗോഡ് ജില്ലയിലാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ എന്നിവയെ കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.